യുദ്ധത്തിനായി ബില്യണുകൾ ചെലവഴിക്കുന്ന ലോകക്രമത്തിനെതിരെ ശക്തമായ ശബ്ദമായി ഉയർന്നിരിക്കുകയാണ് പോപ്പ് ഫ്രാൻസിസ്. അദ്ദേഹത്തിന്റെ വിമർശനം വെറും നൈതിക ഉപദേശം മാത്രമല്ല, മറിച്ച് ആഗോള രാഷ്ട്രീയത്തിന്റെ ആത്മാവിനെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു മുന്നറിയിപ്പാണ്. ലോകം പുരോഗതിയുടെ പേരിൽ മുന്നേറുമ്പോഴും യാഥാർത്ഥ്യത്തിൽ മനുഷ്യ വികസനത്തിനുള്ള വഴികൾ മറച്ച് യുദ്ധത്തിനും ആയുധങ്ങൾക്ക് മുൻഗണന നൽകുന്ന ഒരു അപകടകരമായ പ്രവണത ശക്തമാവുകയാണ്. ഇറാൻ യുദ്ധത്തിന്റെ പേരിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി നടത്തിയ വാക്പോരിന് പിന്നാലെ യുദ്ധങ്ങൾക്ക് ശതകോടിക്കണക്കിന് പണം ചെലവിടുന്ന നേതാക്കളെ രൂക്ഷമായി വിമർശിച്ചാണ് ലിയോ 14 മാർപ്പാപ്പ രംഗത്ത് വന്നിരിക്കുന്നത്. ഒരു പിടി നിഷ്ഠുരർ ലോകത്തെ നശിപ്പിക്കുകയാണ് എന്ന് പാപ്പ കുറ്റപ്പെടുത്തി. ദൈവനാമം സ്വന്തം നേട്ടത്തിനായി ഉപയോഗിക്കുന്നവരെയും അദ്ദേഹം വിമർശിച്ചു. ആഫ്രിക്കൻ രാജ്യമായ കാമറൂണിന്റെ വടക്കു പടിഞ്ഞാറുള്ള സംഘർഷബാധിത മേഖല സന്ദർശിക്കുകയായിരുന്നു അദ്ദേഹം. ചികിത്സയ്ക്കും വിദ്യാഭ്യാസത്തിനും പുനരുദ്ധാരണ പ്രവർത്തനത്തിനുമുള്ള വിഭവങ്ങൾ എവിടെയും കണ്ടെത്താനാകാത്തപ്പോൾ കൊല്ലുന്നതിനും നശിപ്പിക്കുന്നതിനുമായി കോടിക്കണക്കിന് ഡോളർ ചെലവഴിക്കുന്ന നേതാക്കളെ അദ്ദേഹം വിമർശിച്ചു. നശിപ്പിക്കാൻ ഒരു നിമിഷം മതിയെന്നും പുനർനിർമ്മിക്കാൻ ഒരു ജീവിതകാലം മുഴുവൻ മതിയാവില്ല എന്നുമുള്ള ശക്തമായ കാര്യമാണ് പാപ്പ ലോകത്തോട് വിളിച്ചു പറഞ്ഞത്. 10 വർഷത്തോളമായി തീവ്രവാദത്തിന്റെ പിടിയിലുള്ള കാമറൂൺ മേഖലയിലെ രക്തച്ചൊരിച്ചിലിനെ അദ്ദേഹം അപലപിച്ചു.